ഗൈസ് സോ ഗൈസ് ആഫ്റ്റർ എ ലോങ് ടൈം ബാക്ക് ടു വ്ളോഗ്. നമ്മളിന്ന് കോളേജ് സെലിബ്രേഷൻ അതിൻ്റെ ഒരു വ്ളോഗ് എടുത്താൽ വിചാരിച്ചു. അപ്പോൾ കുറേ നാളായി വ്ളോഗിലോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അതിലോട്ട് ഒന്ന് എൻ്റെ കൈവപ്പ് ശ്രമിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പം നമ്മുടെ വ്ളോഗിലെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ഫസ്റ്റ് എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഞാൻ കോളേജിൽ ഇട്ടുകൊണ്ട് പോകുന്ന എൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. ഓണം എന്ന് പറയാൻ പറ്റില്ല, ഈ ഷർട്ടൊക്കെ ഓണത്തിൻ്റെ ഒരു വൈബുണ്ട്. നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ ഓണമായത് ഫെയർവെല്ലാന്ന് ചോദിച്ചോണ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കണം, കാണിച്ചു തരാം. ഇതാണ് അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വ്ളോഗ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ആഴ്ച അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി KSRTC ബസ്. ഇനി അടുത്ത് നെടുമങ്ങാട് ചെന്നിട്ട് കോളേജ് ബസ് ഉണ്ട്, അതിൽ പോകണം. നോക്കി കണ്ണു ചിമ്മവേ കാലുകൾ കൊണ്ടു കാലം എത്രയോടി ഓടി നിന്നിലേക്ക് അലിഞ്ഞു ചേരവേ കണ്ട അങ്ങനെ നമ്മൾ KSRTC കയറി നെടുമങ്ങാട് ഇറങ്ങി. ഇനി നമുക്ക് കോളേജ് ബസ്സിനാണ് വെയിറ്റ് ചെയ്യാറുള്ളത്. കോളേജ് ബസ് ഒരു 7:45 ആകുമ്പോൾ എത്തും. ഇപ്പം മണി 7:46. അയ്യോ, അതിനു മുമ്പ് ഞാൻ ഇപ്പോഴാണ് വാർത്ത കഴിച്ച് എൻ്റെ സീനിയർ, കോളേജിലെ സീനിയർ ഒരു ചേച്ചി പിച്ചിപ്പൂവ മുല്ലപ്പൂവ വാങ്ങിക്കാൻ ഓർമ്മിച്ചത്. നെടുമങ്ങാടാണ് എൻ്റെ വിളിച്ചത്. അതുകൊണ്ട് നെടുമങ്ങാടെന്ന് എനിക്ക് വാങ്ങാൻ എളുപ്പമായ കൊണ്ട് എൻ്റെ ആപ്പിച്ച്. അപ്പം അതും വാങ്ങണം. നീ വരച്ച പ്രണയമായി അതോ മാനൽ കോളേജ് വായിച്ച ഒരാളെ കാണിച്ചു തരാം. ഇത് ആരെന്ന് നോക്കും. മുണ്ടൊക്കെ എടുത്ത് കോലാമ്പൂരി നല്ല ബ്ലാക്ക് കരമുള്ള മുണ്ട്, അതിൻ്റെ ബാഗ് ബ്ലാക്ക്, എല്ലാം ബ്ലാക്ക് സെറ്റ് തന്നെയാ. ഇതൊരു ശൈലിയാണ്. നമ്മൾ അവനെ ബുദ്ധിമുട്ടിക്കല്ല. ഇനി നമുക്ക് മീനാക്ഷിയിലേക്ക് പോവാം. ഓണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ വ്ളോഗ് എടുക്കുകയാണ്. പേടിക്കറ്റ് വ്ളോഗ് അയ്യോ അമ്മയായിരുന്നു വിളിച്ചു കുഴപ്പമില്ല. ഓണത്തിനെ പറ്റി അഭിപ്രായം എന്നൊക്കെ പറഞ്ഞ നല്ല അഭിപ്രായം അത്രേ ഉള്ള. ഡ്രസ്സിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് വളരെ മോശമാണ്. മണി 7:56, 7:55 ബസ് വരുമെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. കണ്ട ചെറുക്കൻ്റെ നാണമൊക്കെ അങ്ങനെ മാറി തുടങ്ങി. അങ്ങനെ കോളേജ് ബസ് വന്നു. ഇതാണ് നമ്മളെ കിളിമാമൻ, ഇതാണ് നമ്മളെ ഡ്രൈവർ മാമൻ. നമ്മുടെ സാർ വന്നു. ചിരി സാർ. അങ്ങനെ ഇപ്പോൾ കുറ്റിച്ചൽ എത്തിയിട്ടുണ്ട്. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, ഇനി നമ്മൾ ആര്യനാട് കഴിഞ്ഞ് കുറ്റിച്ചലെത്തി. ഇനി നമ്മൾ വാഴച്ചിലാണ് പോകാറുള്ളത്. വാഴച്ചൽ കോളേജിലാണ് നമ്മൾ. ഇനി കുറച്ച് യാത്രകളുണ്ട്. ബസ്സിലിരിക്കുന്ന വലിയ മുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ സെറ്റാക്കാൻ നോക്കിയിട്ട് നടന്നില്ല. നമ്മുടെ കോളേജിൻ്റെ അടുത്ത് ചായക്കട. സീനിയേഴ്സിൻ്റെ അടുത്തുള്ള ഗൈസ് ഇങ്ങനെ കോളേജ് എത്തി. ദിസ് ഈസ് ദ കോളേജ് ഓഫ് ഇമ്മാനുവൽ കോളേജ് വാഴച്ചൽ. ഇതാണ് നമ്മൾ വന്ന ബസ്. ഗൈസ് അടുത്ത മുണ്ട്
അറിയാ ഓണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇതിപ്പോ കുറച്ച് കഴിയുമ്പോ കാണാം. പറ, എന്തിനാണ് പറയാനുള്ളത്? സീനിയേഴ്സിന്റെ താഴെ പരിപാടി എന്താ? അവര് വിഷയം കൊള്ളാം. വിഷയം വൺ വിഷയം. നിങ്ങളെല്ലാം ഈ ഡ്രസ്സാണോ? നീ മാത്രം അപ്പൊ അവര് പറയുന്നത് ഓണത്തിനെ പറ്റി ഒന്നും പറയാനില്ല. ബാക്കി നമുക്ക് സെറ്റാക്കാന്ന് പറയണം. ഗായ്സ്, അങ്ങനെ കോളേജിൽ നമ്മൾ ബാഗ് വച്ചിട്ട് സീനിയേഴ്സിന്റെ പരിപാടി കാണാമെന്ന് വിചാരിച്ച് ക്ലാസ്സിലോട്ട് പോയാണ്. മുമ്പ് ബസ്സിൽ നിന്ന് വന്ന് കയറിയപ്പോഴേ സീനിയേഴ്സിന്റെ ഒരു സെറ്റ് പരിപാടി. റോട്ടിൽ അവരെ മരണം. അതുകൊണ്ട് പാട്ട് ഇങ്ങ് വരെ കേൾക്കാം. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ചെന്ന് നോക്കണം. പോവാം 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 പോവാം. വാ 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 വാ. കോളേജിന്റെ പരിപാടി മിക്കവാറെന്താ ഇവിടെ വെച്ചായിരിക്കും നടക്കാൻ പോണേ. ഇവിടെയൊക്കെ ഇത്ര ആള് കാണും. അച്ഛന് മുണ്ടില്ലേ? എടുക്കല്ലേ? എന്നാ പിന്നെ ഞാൻ പൂക്കളിടുന്ന അവിടെ വരെ കൊടുക്കട്ടെ. അവിടെ കുറച്ച് പെമ്പിളാങ്ങി ഉണ്ടാവും. തുടങ്ങി തുടങ്ങി പരിപാടി തുടങ്ങി. ഇതാണ് സീനിയേഴ്സിന്റെ പരിപാടി. മലയാളക്കരയിലക്കണം വിളമ്പാനായില നിരത്തണം. ഏത് മൂട് പുക്കള മൂട്, ഏത് മൂട് മുണ്ട് മൂട്, ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഓണമൂട്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സീനിയേഴ്സിന്റെ പരിപാടി? എങ്ങനെയുണ്ട് സീനിയേഴ്സിന്റെ പരിപാടി? അടിപൊളി. വൺ സീനായി. പോലീസ് വരെ വന്ന് പരിപാടി സീനായിരുന്നു. സീനിയേഴ്സ് ഇപ്രാവശ്യം തകർത്ത്. സീനിയേഴ്സിന്റെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല സൂപ്പർ. ഗായ്സ്, അത്തേടന്റെ ഗായ്സ്. അത്തേടല്ലേ? അത്തേടല്ലേ? എവിടെ നോക്കട്ടെ, കോസ്റ്റ്യൂം നോക്കട്ടെ. കോസ്റ്റ്യൂമിനെ പറ്റി പറ. വയ്യാത്ത കൊച്ചി തന്നെ. ഇനി നമുക്ക് അടുത്ത ടൊവിനോ ടീം വീണ്ടും വന്നിരിക്കുന്നു. ഇത് നമ്മുടെ മൃദുൻ. ഇത് ബ്ലോഗ് അടിയാ, കണ്ടിട്ടെന്ന് തോന്നുന്നു. സീനിയേഴ്സിന്റെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സീനിയേഴ്സിന്റെ പരിപാടി കാണാൻ ഞാൻ ഇല്ലായിരുന്നു. ഇവനോട് ചോദിച്ചു. ഇല്ലായിരുന്നു? നീ ഉണ്ടായിരുന്നു? ആ ബിനോയ്, സീനിയേഴ്സിന്റെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വന്നപ്പോ താമസിച്ചെന്ന് എനിക്കറിയാം. സാർ വൺ സീന്. ഇത്ര വരെ നമ്മള് ഫോട്ടോ എടുക്കുന്നതിന്റെ ചടങ്ങിലായിരുന്നു.
കൊട്ടി കളിയാണ് മുല്ലപ്പൂവും ചൂടി വരവാണ് സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ് ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട് ചെണ്ടമേള കൊട്ടി കളിയാണ് മുല്ലപ്പൂവും ചൂടി വരവാണ്. ഓണം പരിപാടികൾ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. എന്തെങ്കിലുമൊക്കെ പറയണ്ട. വ്ളോഗിൽ എന്താണ് പറയാനുള്ളത്? അത്രല്ല. ഇനി എന്താണ് പരിപാടി? അത്തപ്പൂടുമ്പോ ഇങ്ങനെ ഫോണിൽ കുത്താമോ? ഇതൊക്കെ എന്തൊരു പരിപാടിയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വിഷ്ണു. ഓണമൊക്കെ എങ്ങനെ പോകുന്നു? നല്ല വൃത്തിയായി പോകുന്നു. എല്ലാം കഴിഞ്ഞ് നിങ്ങളെ ക്ലാസ് ഇട്ടാ ചുമ്മാ അകത്തുണ്ടാ ഗൈസ്? ഇട്ടാ അത്തപ്പൂ നോക്കാം. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ അത്തപ്പൂ. ഇത് ഫുള്ള് നീ ആയിടാ ഇട്ടാ? നീ ആയിട്ടാ? ഓ ഗൈസ് ക്രെഡിറ്റ് ഫുള്ള് അവന് കൊടുക്കണമെന്നാണ് പറയണത്. ഓക്കെ